ഈ വേദപുസ്തകം പഠിച്ചാൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടുന്നത് പ്രധാനമായിട്ട് 3 കാര്യത്തിനാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടേണ്ടത് പ്രധാനമായിട്ട് 3 കാര്യം. 1, ദൈവത്തെ ആരാധിക്കാൻ. അതാ വെളിപ്പാട് പുസ്തകം 1:9 കർത്ത ദിവസത്തിൽ ഞാൻ വിവശനായി ശരിയായി പഠിച്ചാൽ ആത്മാവിലായെന്ന. അപ്പം അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളാണ്. അപ്പം എന്തിനാ? ആത്മാവിലാകാൻ. ഇത് ഞായറാഴ്ച വന്നൊരു കസേര കയറി ഇരിക്കുക, ഈ കുളക്കരയെ മുണ്ടി ഇരിക്കും പോലെ. എന്തിനാ ഇങ്ങനെ വരുന്നേ? ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കൂടി വരുന്ന ദൈവത്തെ ആരാധിക്കാനാ. ഇപ്പം അതൊന്നും പറയാൻ, സഭയ്ക്കകത്തൊന്നും പറയാനൊക്കത്തില്ല. മിക്ക വിദ്വാന്മാരും വരുന്ന മൊബൈലിൽ കളിക്കാനാ. ആരാധന നടക്കുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ഇതിനകത്ത് മാന്തുക, ദൈവം നിന്നെ മാന്തും. ഒരു തർക്കവുമില്ല. എടാ 2.5-3 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെച്ചേച്ച് നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ മേലെ. എനിക്ക് ഇവരോട് സന്തോഷം തോന്നി. വേണ്ട, ഒരു കുഞ്ഞുങ്ങൾ പോലും മൊബൈലിൽ കളിക്കുന്നില്ല. ചിലയിടത്തൊക്കെ വലിയ കൺവെൻഷൻ എന്നാൽ പാസ്റ്റർമാർ തന്നെ ഇരുന്ന് മൊബൈലിൽ തോണ്ടുകയും മാന്തുകയും. പാട്ടുകാരും ചിലരെ, നിങ്ങളുടെ കാര്യമല്ല, അതിനകത്തിരുന്ന് ചാറ്റ് ചെയ്യുകയും. പിന്നെ ഞാൻ ഒരുത്തരോട് ചെന്തുവാടാ പാട്ട് നോക്കുക, അറിയാൻ മേലത്തെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അവൻ അവിടെ ഇരുന്നല്ല, പാട്ടൊന്നും നോക്കുക അല്ലെന്ന് മിക്കതും. ചിലർ നോക്കുമായിരിക്കും, ഞാൻ എതിർക്കുന്നില്ല. ഇത് ശുശ്രൂഷ നടക്കുമ്പോൾ ഇതിനകത്ത് അങ്ങ് പണിയാ. 2 മണിക്കൂറോ 3 മണിക്കൂറോ ഇത് മാറ്റി. ഞാനൊരു പ്രാഗൽഭ്യത്തോടെ ഒരു കാര്യം പറയാം. എൻ്റെ ആ മൊബൈലിൽ ഞാൻ തരാം, തിരിച്ചു തരാം, പേടിക്കുമൊന്നും വേണ്ട. പുള്ളി ഓർത്തിന് ഇളക്കം കയറി അതുകൊണ്ട് പോകാനാണ്. തിരിച്ചു തരും. സഭായത്തിന് കയറിയാൽ ഇത് തൊടുകയല്ല. ആശീർവാദം കഴിഞ്ഞ് ഒരു സമയത്താണ് നോക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ എടുക്കുകയല്ല. നല്ല പ്രാഗൽഭ്യത്തോടാ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ്, അതാണല്ലോ വലിയ പുള്ളി എന്ന് പറയുന്നത്. എന്നെ വിളിക്കാനെ പറയും, സഭായം കഴിഞ്ഞേച്ച് വിളിക്കാൻ പറയും. ക്ലിന്റൺ ആണെങ്കിലും കൊള്ളാം, ട്രംപ് ആണെങ്കിലും കൊള്ളാം, ആരാണെങ്കിലും കൊള്ളാം. സഭായോഗം കഴിഞ്ഞേച്ച്. അതിനാ സഭായോഗത്തിന് അപ്രാധാന്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കൂടുന്നത് ദൈവത്തെ ആരാധിക്കാനാ. 2, അതുകൊണ്ട് ആരായാലും സഭായോഗത്തിന് മൊബൈലിൽ കളിക്കുകയോ മൊബൈലിൽ പണിയോ ചെയ്താൽ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോണം. ഇപ്പൊ സഭാകളിലെല്ലാം എഴുതി വെക്കുക, സ്വിച്ച് ഓഫ്. എന്തിനാടാ? ഇതൊന്നും എഴുതി വെക്കേണ്ട കാര്യമൊന്നുമല്ല. എഴുതി വെക്കണോ? എന്നതിനാ? പോലീസ് സ്റ്റേഷനിൽ IG-യുടെ മുമ്പ് ചെന്ന് നിൽക്കുക, അവിടെ എഴുതി വെക്കാം, തെറി പറയരുത്. പറയുമോ? IG-യുടെ ഓഫീസിൽ എവിടെയാലും എഴുതി വെച്ചിട്ടുണ്ടോ തെറി പറയരുത്? എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്നാ? അവിടെ ചെല്ലുന്നവൻ അറിയാം ഇതാരാന്ന്. IG-യാ. നീ നിന്റെ നാട്ടിൽ മുണ്ടുവൊക്കെ പൊക്കി കുത്തി ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞു, നീ അവിടെ ചെന്നെന്ന് പറഞ്ഞേ. ഒന്നും അറിയാമല്ലോ. ഇത് സഭാഗോളിലൊന്നും എഴുതി വെക്കണ്ടെന്ന്, സ്വിച്ച് ഓഫ് ചെയ്യാൻ. എടാ, സഭാഗോളിന്റെ ഗേറ്റ് കയറുമ്പോഴേ അറിയാം ഇത് കളിക്കാനല്ല ഇതിനകത്ത് വരുന്നത്. എന്നെ എല്ലാരും വള്ളം പൊങ്ങിയതുപോലെ ഇരിക്കുന്നത്. എന്തിനാ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ വരുന്നത്? 1, ദൈവത്തെ ആരാധിക്കാൻ. 2, എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആ വാക്യം, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അപ്പം നുറുക്കാൻ കൂടി വന്നാ.